കോവിഡിൻ്റെ ഭീതിപ്പെടുത്തുന്ന നാളുകൾ കടന്നുപോയെങ്കിലും രോഗബാധിതരായി ഏകാന്ത ജീവിതം നയിച്ചവർക്ക് ഇപ്പോഴും അതൊരു ഇരുണ്ട യുഗമാണ്. ആ ഭയാനക നിമിഷങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒറ്റപ്പെടലിൻ്റെയും മരണത്തെ മുന്നിൽ കണ്ടതിൻ്റെയും നടുക്കുന്ന ഓർമ്മകൾ പലരെയും അലട്ടുന്നുണ്ടാകും. അക്കാലത്ത് പത്തനംതിട്ട ആറന്മുളയിൽ കോവിഡ് ബാധിതയായ യുവതിയെ ആംബുലൻസ് വെച്ച് പീഡിപ്പിച്ചൊരു സംഭവം അത്ര വേഗം പലരും മറക്കാനിടയില്ല. ആ ആംബുലൻസ് ഡ്രൈവറുടെ രൂപം മാത്രമല്ല, ശബ്ദം പോലും അതിജീവിതയുടെ മനസ്സിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ആംബുലൻസ് പീഡന കേസിൻ്റെ വിചാരണയ്ക്കിടെ അവൾ അയാളുടെ ശബ്ദം വീണ്ടും കേട്ടു. പിന്നീട് കോടതിയിൽ കണ്ടത് നാടകീയ രംഗങ്ങളാണ്. എന്താണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഈ പകൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ലോകം വിറച്ച മഹാമാരിക്കാലത്ത് രോഗബാധിതയായി ആംബുലൻസിൽ കിടക്കുമ്പോൾ ക്രൂരപീഡനത്തിനിരയായ ഒരു 23-കാരി. പീഡനശേഷം ആ നരാധമൻ മാപ്പു ചോദിക്കുന്ന ശബ്ദം കോടതി മുറിയിൽ വീണ്ടും മുഴങ്ങിയപ്പോൾ അന്ന് അനുഭവിച്ച കൊടിയ പീഡനം വീണ്ടും അവളുടെ ഓർമ്മകളിലേക്ക് വന്നു. അത് താങ്ങാനാകാതെ ആ യുവതി ബോധരഹിതയായി നിലത്ത് വീണു. ആറന്മുളയിലെ ആംബുലൻസ് പീഡന കേസിലെ അതിജീവിതയാണ് വിചാരണയ്ക്കിടെ കോടതിയിൽ കുടഞ്ഞു വീണത്. പീഡനശേഷം അതിജീവിത ഫോണിൽ റെക്കോർഡ് ചെയ്ത പ്രതിയുടെ സംഭാഷണം കേൾപ്പിക്കുമ്പോഴായിരുന്നു സംഭവം. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പീഡനക്കേസിന്റെ വിചാരണയ്ക്കിടെ അതിജീവിത ബോധരഹിതയായത്. ആംബുലൻസിലെ പീഡനത്തിന് ശേഷം പ്രതി മാപ്പ് ചോദിക്കുന്ന ശബ്ദരേഖ അതിജീവിതയെ കേൾപ്പിക്കുമ്പോഴായിരുന്നു സംഭവ ദിവസം അതിജീവിത തന്നെയാണ് പ്രതിയുടെ ശബ്ദം ഫോണിൽ റെക്കോർഡ് ചെയ്ത് പോലീസിന് തെളിവായി നൽകിയത്. അന്വേഷണ സംഘം ശബ്ദരേഖ പെൻഡ്രൈവിൽ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. യുവതിക്ക് വൈദ്യസഹായം ലഭ്യമാക്കാൻ കോടതിയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ നിയോഗിച്ച അഭിഭാഷകരും കോടതി ജീവനക്കാരും ശ്രമിച്ചെങ്കിലും ആരോഗ്യം വീണ്ടെടുത്തതിനാൽ വിചാരണ വീണ്ടും തുടർന്നു. കോവിഡ് രോഗിയായിരുന്ന സമയത്താണ് പെൺകുട്ടി ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെട്ടത്. അർദ്ധരാത്രി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ആംബുലൻസ് ഡ്രൈവറായ പ്രതി നൌഫൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് കേസ്. ആറന്മുളയിലെ വിജനമായ സ്ഥലത്തായിരുന്നു സംഭവം. കേസിൽ വിചാരണ തുടരുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇനി വിചാരണയുടെ നാളുകളാണ്. പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി ഹൈക്കോടതി തള്ളിയതോടെ വിചാരണയുടെ തടസ്സവും നീങ്ങി. കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന പ്രതിയുടെ ആവശ്യം നേരത്തെ വിചാരണ കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് പ്രതി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. 2023 മെയ് 10-നാണ് കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്ന ഡോക്ടർ വന്ദന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി ജോലി ചെയ്യുന്നതിനിടെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. കേസിൽ പ്രതി സന്ദീപിനെതിരെ പോലീസ് നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് റദ്ദാക്കി തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു പ്രതിയുടെ ആവശ്യം. സന്ദീപിന്റെ ഹർജി നേരത്തെ വിചാരണ കോടതിയും തള്ളിയിരുന്നു. ഇതിനെതിരെയായിരുന്നു ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. പോലീസിന്റെ കുറ്റപത്രം വിചാരണ ചെയ്യപ്പെടേണ്ടതാണെന്ന് വ്യക്തമാക്കിയാണ് കോടതിയുടെ നടപടി. ഹർജി തള്ളിയതോടെ കേസിലെ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്തതും അസാധുവായി. പ്രതിയെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന നടപടിയാണ് ഇനിയുള്ളത്. കഴിഞ്ഞ മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി ജോലി ചെയ്യുന്നതിനിടെ ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ടത്. ചികിത്സയ്ക്കായി പോലീസ് ആശുപത്രിയിലെത്തിച്ച പ്രതി ഡോക്ടറെ കുത്തിക്കൊല്ലുകയായിരുന്നു. കൊല്ലം നെടുമ്പന UP സ്കൂൾ അധ്യാപകനായിരുന്ന പ്രതി സന്ദീപിനെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തിരുന്നു.
ന്യൂസ് 18 കൊച്ചി. അന്വേഷണ സംഘത്തിന് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ കേസാണ് ആലപ്പുഴ മാന്നാറിൽ 15 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കലയുടെ കൊലപാതകം. തെളിവ് ശേഖരണത്തിൽ ഉൾപ്പെടെ വെല്ലുവിളികൾ നിറഞ്ഞ കേസിൽ കസ്റ്റഡി കാലയളവിൽ പ്രതികളിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. 2 ദിവസമായി നടക്കുന്ന ചോദ്യം ചെയ്യലിൻ്റെ ശൈലിയിൽ മാറ്റം വരുത്തി അന്വേഷണ സംഘത്തെ ചെറു ടീമുകളായി തിരിച്ച് 3 പ്രതികളെയും 3 സ്റ്റേഷനുകളിലായാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. പ്രതികളുടെ കസ്റ്റഡി കാലാവധി 2 ദിവസം എത്തി നിൽക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭ്യമായതായാണ് സൂചന. റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം കലയുടെ മൃതദേഹം സെപ്റ്റി ടാങ്കിൽ തള്ളുന്നതായി 2ാം പ്രതി ജിനു മാത്രമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാൽ ചോദ്യം ചെയ്യലിൽ 3 പ്രതികളും ബോഡി മറവ് ചെയ്യാൻ ഉണ്ടായിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചു. 2ാം പ്രതി ജിനുവും 4ാം പ്രതി പ്രമോദും ചേർന്നാണ് അനിൽകുമാറിനെ മൃതദേഹം സെപ്റ്റി ടാങ്കിൽ ഒളിപ്പിക്കാൻ സഹായിച്ചതെന്നായിരുന്നു 3ാം പ്രതി സോമൻ ആദ്യം നൽകിയ മൊഴി. എന്നാൽ സോമൻ ഒപ്പമുണ്ടായിരുന്നെന്ന് തുടർ ചോദ്യം ചെയ്യലിൽ ജിനുവും പ്രമോദും പറഞ്ഞു. ചോദ്യം ചെയ്യലിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 4 പ്രതികളുടെയും വീട്ടിൽ അന്വേഷണ സംഘം അപ്പോൾ തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. കാലപ്പഴക്കം ഏറിയ കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെ നിർണായകമാണ്. തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ അയച്ച സാമ്പിളുകളുടെ ഫലം വേഗത്തിലാക്കാനുള്ള ഇടപെടലുകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മുഖ്യപ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിച്ചാൽ മാത്രമേ അന്വേഷണം പൂർണ്ണ പുരോഗതിയിലേക്ക് എത്തുകയുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ കേസായതുകൊണ്ട് തന്നെ പ്രതികളിൽ നിന്ന് പഴുതുകളില്ലാതെ വിവരശേഖരണം നടത്തിയ ശേഷം മാത്രമേ തെളിവെടുപ്പിലേക്ക് പോലീസ് കടക്കൂ. അനിൽകുമാറിന്റെ ബന്ധുക്കളെയും നാട്ടുകാരെയും അടക്കം കൂടുതൽ പേരെ വരും ദിവസങ്ങളിലും പോലീസ് ചോദ്യം ചെയ്യും. ന്യൂസ് 18 ആലപ്പുഴ. ഒരു വഴിയാത്രക്കാരന് എന്ത് സഹായവും ചെയ്യുന്നുവരുന്ന നല്ല പേര് കേട്ടവരാണ് കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർമാർ. ആ നാട്ടുകാരുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് പലരും പറഞ്ഞുള്ള കേട്ടറിവുണ്ട്. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ കോഴിക്കോട് നഗരത്തിലുണ്ടായ ഒരു സംഭവം കോഴിക്കോട്ടുകാർക്ക് തന്നെ നാണക്കേടായിരിക്കുന്നു. യാത്രക്കാരിയായ വയോധികയുടെ 2.5 പവൻ മാല ഓട്ടോ ഡ്രൈവർ കവർന്നതായി പരാതി. പുലർച്ചെയാണ് വയനാട് പുൽപ്പള്ളി സ്വദേശിനി ജോസഫിനിയുടെ മാല കവർന്നത്. കവർച്ചാ ശ്രമത്തിനിടെ ഓട്ടോയിൽ നിന്നും വീണ് ഗുരുതര പരിക്കേറ്റ വയോധിക ആശുപത്രിയിൽ ചികിത്സയിലാണ്. കായംകുളത്തെ മകന്റെ വീട്ടിൽ നിന്ന് മലബാർ എക്സ്പ്രസ് ട്രെയിനിൽ പുലർച്ചെയാണ് ജോസഫീന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. തുടർന്ന് വയനാട്ടിലേക്ക് പോകുന്നതിനായി ഇവർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ഈ സമയം ഇതുവഴി വന്ന ഓട്ടോറിക്ഷ ഇവരുടെ അടുത്ത് നിർത്തുകയും KSRTC സ്റ്റാൻഡിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് വാഹനത്തിൽ കയറ്റുകയും ചെയ്തു. നഗരത്തിലൂടെ കുറച്ചുനേരം ചുറ്റിയ ശേഷം വാഹനം നിർത്തി ഓട്ടോ ഡ്രൈവർ പുറകിലേക്ക് കൈയിട്ട് ജോസഫിനയുടെ കഴുത്തിലെ 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല വലിച്ചു പൊട്ടിക്കുകയായിരുന്നു. പിടിവലിക്കിടെ വൃദ്ധ ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ ഇവരുടെ താടിയെല്ല് പൊട്ടി. പല്ലുകൾ അടർന്നു പോവുകയും മുഖത്തും കൈക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ജോസഫീന വീണത് കണ്ട ഓട്ടോ ഡ്രൈവർ അടുത്തുവന്ന് നോക്കിയ ശേഷം ഓട്ടോ എടുത്ത് കടക്കുകയായിരുന്നു. കായംകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് മലബാർ എക്സ്പ്രസിന് വന്നതിന് ശേഷം അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറി KSRTCയിലേക്ക് പോരാൻ വേണ്ടി വന്നായിരുന്നു. അപ്പം ഓട്ടോക്കാരൻ വണ്ടി വന്ന് നിർത്തി ഓട്ടോയിൽ കയറിക്കോ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് കയറി കുറച്ചിങ്ങോട്ട് പോകുന്നപ്പം ഓട്ടോക്കാരൻ്റെ പെരുമാറ്റം മാറി. അപ്പോൾ പെട്ടെന്ന് ഇയാൾ റൈഡിങ്ങിൻ്റെ ഇടയ്ക്ക് കൈ പുറകിലേക്ക് ഇട്ടിട്ട് ആൻറ്റിയുടെ കഴുത്തിൽ മാലയിലും ബ്ലൗസിലും കൂടി പിടിച്ചു. എന്നിട്ട് ആൻറ്റീനെ വലിച്ചിട്ട് നേരെ തള്ളി പുറത്തേക്ക് ഇട്ടു, റോഡിലേക്ക് ഇട്ടു. അതിൽ ആൻറ്റി മുഖം അടിച്ച് വീഴുമായിരുന്നു. മുഖം അടിച്ച് വീണ പുള്ളി വണ്ടി നിർത്തി ഒന്ന് നോക്കിയിട്ട് പുള്ളി വണ്ടി എടുത്ത് സ്പോട്ടിൽ തന്നെ പോയി. അതിനുശേഷം ആൻറ്റി അവിടെ നിന്ന് നേരെ ഒരു മനുഷ്യനോട് ഹെൽപ്പ് വെച്ചപ്പം പുള്ളിക്ക് തിരക്കാന്ന് പറഞ്ഞ് പുള്ളി അന്നേരം സ്പോട്ടിൽ നിന്ന് അവിടെ നിന്ന് പോയി. പിന്നെ ആൻറ്റി അവിടെ നിന്ന് നടന്ന് വഴി അറിയത്തില്ല മുഖം പൊത്തി, കാരണം ഫുള്ള് ബ്ലീഡിങ് ആയിരുന്നു. ടീത്തും അതിലെ പല്ല് മുഴുവൻ പോയി. താടയ്ക്ക് പൊട്ടുണ്ട്, സൈഡ് ജോയ്ക്കും പൊട്ടുണ്ട്. അപ്പം അവിടുന്ന് മെല്ലെ തുണിയെടുത്ത് മുഖം പൊത്തിയിട്ട് രാവിലെ ബസ്സിന് കയറി വീട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങൾ കാര്യം അറിയുന്നത്.
ഓട്ടോക്കാരൻ പോയതിന് തൊട്ടുപുറകെ എത്തിയ ആളോട് വൃദ്ധ സഹായം ആവശ്യപ്പെട്ടെങ്കിലും അയാൾ അവഗണിച്ചു. തുടർന്ന് ജോസഫീന ബസ് സ്റ്റാൻഡിലെത്തി ബസ്സിൽ കൂടരഞ്ഞിയിൽ എത്തിയ ശേഷം അവിടെയുള്ള ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു. ബന്ധുക്കളെത്തിയാണ് ജോസഫീനയെ ഓമശ്ശേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. താടിയെല്ലിന് പരിക്കേറ്റ വൃദ്ധയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. ഇവരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 മുക്കം. കോഴിക്കോട്ടെ പ്രശസ്ത നാടക സംഘമാണ് വടകര വരദ. ഈ നാടക ട്രൂപ്പിന്റെ റിഹേഴ്സൽ പതിവായി നടക്കാറുണ്ട്. കലയെ സ്നേഹിക്കുന്ന നാട്ടുകാർ വലിയ ആവേശത്തോടെയാണ് പരിശീലനം കാണുന്നത്. എന്നാൽ കലാബോധമില്ലാത്ത ചില പ്രദേശവാസികൾക്ക് റിഹേഴ്സലിന്റെ ശബ്ദം അരോചകമായി തോന്നാം. അതിന്റെ പേരിൽ കഴിഞ്ഞ രാത്രി നാടക സംഘത്തിന് നേരെ ആക്രമണമുണ്ടായി. ശബ്ദം പ്രശ്നമാകുന്നെന്നാരോപിച്ച് പരിസരവാസിയും സംഘവും ചേർന്നാണ് ആക്രമിച്ചത്. വടകര വരദയുടെ പുതിയ നാടകമായ അമ്മമഴക്കാരന്റെ റിഹേഴ്സൽ ക്യാമ്പിലാണ് അതിക്രമമുണ്ടായത്. നടീനടന്മാർക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. പരിസരവാസിയുടെ നേതൃത്വത്തിൽ ക്യാമ്പിലെത്തി സംവിധായകനെ അടക്കം കയ്യേറ്റം ചെയ്യുകയായിരുന്നു. ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുക. അതിനെ തൊട്ട് കുറച്ചകലെയുള്ള വീട്ടിലുള്ള ആൾക്കാർ വന്ന് അവിടെയുള്ള രാജീവനും മറ്റങ്ങനെയുള്ള ഒന്ന് രണ്ട് ആൾക്കാർ, അവരുടെ കുടുംബാംഗങ്ങൾ വന്നിട്ട് ഞങ്ങളോട് ക്യാമ്പ് നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ല ഇതിൻ്റെ, ഞങ്ങൾ വാടക എടുത്താണ്, ഞങ്ങൾക്ക് വാടക തന്ന ആളോട് നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ ബോക്സൊക്കെ എടുത്ത് എറിയും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കയ്യേറ്റം ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങളെ ഇതിലുള്ള ക്യാമ്പിലുള്ള ബോക്സുകളൊക്കെ തന്നെ തല്ലിയുടച്ച് കഴുത്തിന് കുത്തിപ്പിടിച്ച് അയാളും ഈ രാജീവൻ്റെ മകനൊക്കെ ചേർന്നിട്ട് അവരെ ചവിട്ടുകയും ഇതൊക്കെ ചെയ്തു. എനിക്കും പരിക്കേറ്റിട്ട്, എനിക്കും കൈക്കൊക്കെ തന്നെ പരിക്ക് സംഭവിക്കുന്ന അവസ്ഥ വന്നു. ഇങ്ങനെ ഈ മുരളി എന്ന് പറഞ്ഞ ഇതിൻ്റെ ഓണറായിട്ടുള്ള മുരളിക്കെതിരായിട്ടും ഒക്കെ തന്നെ കയ്യേറ്റ ശ്രമമാണ് പിന്നെ നടന്നിട്ടുള്ളത്. പിന്നെ അവർക്ക് വായി തോന്നുന്ന ഇതൊക്കെ തന്നെ അസഭ്യവർഷങ്ങൾ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. മാഷിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ചാടി അങ്ങ് ഓടി അങ്ങ് ചെന്നു. ഒന്നും ചെയ്യില്ലെന്ന് മാഷ് താഴാനായിട്ടങ്ങ് തുടങ്ങിയപ്പോഴത്തേക്ക് ഓടിച്ചു വന്നു. അപ്പോഴത്തേക്ക് ഓടിച്ചെന്ന വഴി എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അപ്പോൾ ഇങ്ങനെ അങ്ങ് തള്ളിയിട്ട് നെഞ്ചിനെ കൊണ്ടു. അപ്പോൾ ഞാൻ മറിഞ്ഞു വീണപ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു മോനുണ്ട്. ആ മോൻ ഓടി വന്നിട്ട് പിന്നെ ഇവിടെയൊക്കെ ചവിട്ടുകയൊക്കെ ചെയ്തു. മാവിക്ക് ചവിട്ടി. സംവിധായകനായ പൗർണമി ശങ്കർ ഈ വർഷം കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവാണ്. 72-കാരനായ ഇദ്ദേഹത്തെ അടക്കം ആക്രമിച്ചതായാണ് പരാതി. വടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 വടകര. കേരളത്തെ ആകെ ഞെട്ടിച്ചതാണ് നന്ദൻകോട് കൂട്ടക്കൊലപാതകം. അന്ധവിശ്വാസത്തെ തുടർന്ന് മാതാപിതാക്കളും സഹോദരിയുമടക്കം 4 പേരെ കൊലപ്പെടുത്തി ചുട്ടുകരിച്ച കേസ് നടന്നത് 2017 ഏപ്രിൽ 9-നാണ്. ആ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കുകയാണ്. അതിനു മുന്നോടിയായി പ്രതിയെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്ന നടപടികളുണ്ട്. എന്നാൽ പ്രതി കേഡൽ ജീൻസൺ രാജയെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നത് കോടതി മാറ്റിവെച്ചു. പ്രതിയുടെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള തൊണ്ടിമുതലുകളുടെ ഫോറൻസിക് റിപ്പോർട്ട് വരാത്തതിനെ തുടർന്നാണ് കേസ് മാറ്റിയത്. വിചാരണ നേരിട്ട് മനസ്സിലാക്കാനുള്ള മാനസികാരോഗ്യം കേദലിനുണ്ടെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയതോടെയാണ് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ തീരുമാനിച്ചത്. വിചാരണ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുക. മാനസിക നില തകരാറിലായതിനാൽ സംഭവിച്ച കൊലയാണെന്നും അതുകൊണ്ട് കേസിൽ നിന്ന് തന്നെ വെറുതെ വിടണമെന്നും ആവശ്യപ്പെട്ട് കേദൽ നേരത്തെ ഹർജി സമർപ്പിച്ചിരുന്നെങ്കിലും മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് വന്നതോടെ കോടതി ഈ ഹർജി തള്ളിയിരുന്നു. പ്രതിയുടെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള തൊണ്ടിമുതലുകളോടെ ഫോറൻസിക് റിപ്പോർട്ട് വരാത്തതിനെ തുടർന്നാണ് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് മാറ്റിവെച്ചത്. 2017 ഏപ്രിൽ 9-നാണ് ക്ലിഫ് ഹൗസിന് സമീപമുള്ള വീട്ടിൽ അമ്മ ഡോക്ടർ ജീൻ പത്മ, അച്ഛൻ റിട്ടയർഡ് പ്രൊഫസർ രാജതങ്കം, സഹോദരി കരോലിൻ, ബന്ധു ലളിത എന്നിവരെ കേദൽ ജിൻസൺ രാജ കൊലപ്പെടുത്തിയത്.
ആത്മാവിനെ മോചിപ്പിക്കാനുള്ള ആസ്ട്രൽ പ്രൊജക്ഷൻ പരീക്ഷണമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കേസ്. 3 പേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലും ഒരാളുടേത് കിടക്കവിരിയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു. കേതൽ കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം കത്തിക്കുകയായിരുന്നെന്നാണ് പോലീസ് കണ്ടെത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസാണ് ഹൈറിച്ച് ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പ്. മണി ചെയിൻ മാതൃകയിലും ക്രിപ്റ്റോ കറൻസിയുടെ പേരിലും OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര് പറഞ്ഞും KD പ്രതാപനും ഭാര്യ ശ്രീനയും ചേർന്ന് പാവപ്പെട്ടവരെ കബളിപ്പിച്ച് സ്വന്തമാക്കിയത് 3000 കോടിയിലധികം രൂപയാണ്. തട്ടിപ്പ് പണം വിദേശത്തേക്ക് കടത്തിയെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഇതിൽ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ കഴിഞ്ഞ ദിവസമാണ് കമ്പനി MD KD പ്രതാപന്റെ അറസ്റ്റ് നടന്നത്. കേസിൽ റിമാൻഡിലായ പ്രതാപനെ വിശദമായി ചോദ്യം ചെയ്യാൻ ED ഉടൻ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഓൺലൈൻ ഷോപ്പിയുടെ മറവിൽ മണി ചെയിൻ മാതൃകയിൽ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് ഹൈറിച്ച് വഴി KD പ്രതാപൻ നടത്തിയത്. 3 ദിവസത്തെ തുടർച്ചയായ ചോദ്യം ചെയ്യലുകൾക്കൊടുവിലാണ് ED അറസ്റ്റിലേക്ക് കടന്നത്. 3141 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് EDയുടെ കണ്ടെത്തൽ. അംഗത്വ ഫീസ് ഇനത്തിൽ മാത്രം ഇടപാടുകാരിൽ നിന്ന് 1500 കോടി രൂപ സ്വരൂപിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് 250 കോടി രൂപ പ്രമോട്ടർമാരായ പ്രതാപനും ഭാര്യ ശ്രീന പ്രതാപനും തട്ടിയെടുത്തതായും ED കണ്ടെത്തി. 1157 കോടി രൂപ തട്ടിയെടുത്തതിന്റെ തെളിവുകൾ ED ശേഖരിച്ചിട്ടുണ്ട്. വിദേശത്തേക്ക് രഹസ്യമായി പണം കടത്തിയതിന്റെ തെളിവുകളുമുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ പ്രതാപന്റെയും ബന്ധുക്കളുടെയും 260 കോടി രൂപയുടെ സ്വത്ത് ED മരവിപ്പിച്ചിരുന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനായി OTT പ്ലാറ്റ്ഫോമും ക്രിപ്റ്റോ കറൻസി ഇടപാടിനായി HRC ക്രിപ്റ്റോ വാലറ്റുകളും ഹൈറിച്ച് തുടങ്ങിയിരുന്നു. പുതിയ ഇടപാടുകാരെ ചേർക്കുന്നവർക്ക് കമ്മീഷൻ നൽകുന്ന രീതിയിലാണ് ഹൈറിച്ച് പ്രവർത്തിച്ചത്. പ്രതാപന്റെ ഭാര്യയും കമ്പനി CEOയുമായ ശ്രീനയും കേസിൽ പ്രതിയാണ്. ഇവരെയും കേസിൽ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കേസിൽ CBIയും അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നത് സൈബർ തട്ടിപ്പ് കേസുകളാണ്. കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ജില്ലകളിലാണ് ഇതിൽ കൂടുതൽ പരാതികളും. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ 15 കോടിയോളം രൂപയാണ് തട്ടിപ്പിനിരയായവർക്ക് നഷ്ടപ്പെട്ടത്. കേസുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമ്പോഴും പിടിയിലാകുന്ന പ്രതികളുടെ എണ്ണം 5% മാത്രം. ഇതോടെ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ബിസിനസ്സുകാർ, വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ, വിരമിച്ച ഉദ്യോഗസ്ഥർ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ളവർ സൈബർ തട്ടിപ്പുകൾക്ക് വിധേയമാകുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ നിരവധി കേസുകളാണ് വൻകിട തട്ടിപ്പുകളുമായി മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 110 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 5% പേരെ മാത്രമാണ് പിടികൂടാനായിട്ടുള്ളത്. ഇതര സംസ്ഥാന ബന്ധമുള്ള പ്രതികളെ പിടികൂടുന്നത് ദുഷ്കരമായതുകൊണ്ട് ഭൂരിഭാഗം പേർക്കും പണം നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ഈ വർഷം ഇതുവരെ 15 കോടി 15 crore 34 lakh amount is already lost. We are able to recover hardly 10%. Like 2023 we are able to freeze the amount of 1 crore 53 lakh 68,000. ഈ വർഷം 2 crore 79 lakh 37,000 amount ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് amount തിരിച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് അക്കൗണ്ടിലെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂകളുണ്ട്. കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണ ശ്രമവുമായി രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. ഇതിനായി 220ഓളം വോളണ്ടിയർമാർക്കാണ് കോഴിക്കോട് ജില്ലയിൽ പരിശീലനം നൽകിയിട്ടുള്ളത്. വാർഡ് അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഇപ്പം നമ്മളെ ഒരു കാലിക്കറ്റ് സിറ്റിയിലെ ഒരു വാർഡ് ലെവലിൽ തന്നെ SHOയുടെ കീഴിലെ വാർഡ് ലെവലിൽ തന്നെ നമ്മൾ മീറ്റിംഗ് വിളിച്ചിട്ട് അവർക്ക് ഈ സൈബർ ഓപ്പറേഷൻ
റോഡുകളിലെ മോഡസ് എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബൃഹത് പരിപാടി തുടങ്ങുന്നുണ്ട്. നാളെ മുതൽ തന്നെ ഇത് തുടങ്ങും. ഒരാഴ്ചയായിട്ട് കൃത്യമായിട്ട് എല്ലാ സ്റ്റേഷനിലെ എല്ലാ വാർഡുകളിലും കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്താദ്യമായി രജിസ്റ്റർ ചെയ്ത AI വീഡിയോകൾ വഴിയുള്ള സൈബർ തട്ടിപ്പിലെ മുഴുവൻ പ്രതികളെയും കോഴിക്കോട് പോലീസ് പിടികൂടിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കാൽനട യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് മുഖംമൂടിധാരികളായ കവർച്ചാ സംഘങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമാണ്. ഇടുക്കിയിൽ മുഖംമൂടിധാരികളായ യുവാക്കൾ ബൈക്ക് മോഷ്ടിച്ച് കടത്തി. നെടുങ്കണ്ടത്തെ ഇരുചക്ര വാഹന സർവീസ് സെന്ററിൽ നിന്നാണ് ബൈക്ക് മോഷ്ടിച്ചത്. അതേസമയം 1 മാസം മുൻപ് കുഞ്ചിത്തണ്ണിയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട മറ്റൊരു ബൈക്ക് നെടുങ്കണ്ടം പാടത്തോട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന യമഹ സർവീസ് സെന്ററിലെ ജീവനക്കാരന്റെ ബൈക്കാണ് നഷ്ടമായത്. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ആദ്യം പരിസരം വീക്ഷിച്ചു. സമീപത്തെ കടയ്ക്ക് മുൻപിൽ ഈ സമയം ചിലർ ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് മോഷണം നടത്തിയത്. ഉടുമ്പൻചോല ഭാഗത്തേക്കാണ് ബൈക്കുമായി യുവാക്കൾ പോയത്. തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം പാറത്തോട്ടിൽ മറ്റൊരു ബൈക്ക് ഇതേ സംഘം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തകരാറിനെ തുടർന്നാണ് ഈ ബൈക്ക് ഉപേക്ഷിച്ചത്. സംഘം വാഹനം തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നതോടെ ഉപേക്ഷിക്കുകയായിരുന്നു. ഒരു മാസം മുൻപ് കുഞ്ചിത്തണ്ണിയിൽ നിന്നും കാണാതായ ബൈക്കാണ് പാറത്തോട്ടിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ വെള്ളത്തൂവൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മോഷ്ടിച്ച ബൈക്കിലും ഒരു കാറിലുമായാണ് സംഘം നെടുങ്കണ്ടത്തെത്തിയതെന്നാണ് സൂചന. നെടുങ്കണ്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ഇടുക്കി. കേരളത്തിലേക്ക് ലഹരിക്കടത്ത് വൻതോതിൽ വർദ്ധിക്കുകയാണ്. വിപണിയിൽ 5 ലക്ഷം രൂപയോളം വില വരുന്ന 100 ഗ്രാം MDMA-യും 1.5 കിലോ കഞ്ചാവും തിരുവനന്തപുരത്ത് നിന്നും പിടികൂടി. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് ബസ്സിൽ കടത്തിക്കൊണ്ടുവരുമ്പോഴാണ് ലഹരി വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തത്. ഇതിന് പുറമെ പാറശാലയിൽ ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 13 കിലോ കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസും കഴക്കൂട്ടം പോലീസും ചേർന്നാണ് 100 ഗ്രാം MDMA-യും 1.5 കിലോ കഞ്ചാവും പിടികൂടിയത്. മേലാർന്നൂർ സ്വദേശി വിമൽരാജ്, വലിയവിള സ്വദേശി അർജുൻ, ആര്യനാട് സ്വദേശി മുഹമ്മിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ദീർഘദൂര ബസ്സിലാണ് ലഹരി വസ്തുക്കൾ കടത്തിക്കൊണ്ടുവന്നത്. സ്ഥിരം ലഹരി വിൽപ്പനക്കാരായ ഇവരെ രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ബാഗിൽ ഷൂവിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA. ഇവരിൽ നിന്ന് 15,000 രൂപയും കണ്ടെടുത്തു. സംഭവത്തിൽ കഴക്കൂട്ടം പോലീസ് കേസെടുത്തു. കൊച്ചുവേളിയിൽ നിന്ന് നാഗർകോവിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിൽ നിന്നാണ് പാറശാലയിൽ വെച്ച് 13 കിലോ കഞ്ചാവ് പിടികൂടിയത്. 16 പാക്കറ്റുകളിലായി 13 കിലോ കഞ്ചാവാണ് കണ്ടെത്തിയത്. ശുചിമുറിക്ക് സമീപം കാർബോർഡ് പെട്ടിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഇത്. പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റെയിൽവേ പോലീസിന്റെ പതിവ് പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നതോടെ ലഹരി മാഫിയ സജീവമായെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. എറണാകുളം പൂത്തോട്ടയിൽ സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് ജോലിക്കിടയിൽ കുത്തേറ്റു. കണ്ടക്ടർ ജെയിൻ ജെയിംസിനെയാണ് ജയിൽ മോചിതരായ കഞ്ചാവ് കേസ് പ്രതി അബു കുത്തിപ്പരിക്കേൽപ്പിച്ചത്.
മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ വീണ്ടും അഭ്യാസ പ്രകടനം. കാർ മൂന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വായ്പാ ബാധ്യതയെ തുടർന്ന് പാലക്കാട് കർഷകൻ ആത്മഹത്യ ചെയ്തു. ജീവനൊടുക്കിയത് പച്ചക്കറി കർഷകനായ PK വിജയൻ. മാഹി മുഴുപ്പിലങ്ങാട് ബൈപ്പാസിൽ വൻ മദ്യവേട്ട. 234 കുപ്പി മദ്യമാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പയ്യന്നൂർ സ്വദേശി P നവീൻ കസ്റ്റഡിയിൽ. ഒരു കാലത്ത് നോക്കുകൂലിയുടെ പേരിൽ കേരളത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ളവരാണ് CITU പ്രവർത്തകർ. കുറച്ചു നാളുകളായി അവരെക്കുറിച്ച് ഇത്തരം പരാതികൾ കേൾക്കാറില്ല. എന്നാൽ ഇവരുടെ ഗുണ്ടായുസത്തിന് കുറവൊന്നുമില്ലെന്നാണ് മലപ്പുറം എടപ്പാളിലുണ്ടായ ഒരു സംഭവം സൂചിപ്പിക്കുന്നത്. എടപ്പാൾ ടൗണിലെ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലേക്ക് എത്തിച്ച ഇലക്ട്രിക് സാമഗ്രികൾ ഇറക്കാൻ അംഗീകൃത തൊഴിലാളികളെ കിട്ടാതെ വന്നതോടെ കെട്ടിടത്തിലെ കരാർ തൊഴിലാളികൾ സാധനങ്ങൾ സ്വയം ഇറക്കി. വിവരമറിഞ്ഞെത്തിയ CITUകാർ സ്ഥലത്തെത്തി ബഹളം വയ്ക്കുകയും തൊഴിലാളികളെ ആക്രമിക്കുകയും ചെയ്തെന്ന് പരാതി. ആക്രമണത്തിനിടെ കെട്ടിടത്തിൽ നിന്നും ചാടിയ യുവാവിൻ്റെ 2 കാലുകളും ഒടിഞ്ഞു. കൊല്ലം പത്തനാപുരം സ്വദേശി ഫയാസ് ഷാജഹാനാണ് പരുക്കേറ്റത്. ഇതുപോലെ ഗുണ്ടായിസം കാണിക്കുന്ന തൊഴിലാളികളെ നിലയ്ക്ക് നിർത്താൻ സംഘടനാ നേതൃത്വം തന്നെ തയ്യാറാകണം. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.